പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസിന്റെ 16ാമത്തെ ചാപ്റ്റർ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ന്യൂ സിലബസ് അനുസരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ചാപ്റ്ററിന്റെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും നമ്മൾ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതും അതേപോലെ തന്നെ ട്രൂ ഓർ ഫാൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിന്റെ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി ആൻസർ മലയാളത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എക്യുപ്മെന്റ് ആർ ക്ലാസിഫൈഡ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. എക്യുപ്മെന്റുകളെ നമ്മൾ രണ്ടെണ്ണമായി തരം. ഏതൊക്കെ ഉപകരണങ്ങളാണ്? ഇലക്ട്രിക്കലും നോൺ ഇലക്ട്രിക്കലാണ്. വൈദ്യുതേതരം. രണ്ടാമത് എഫിഷ്യന്റ് യൂസ് ഓഫ് എക്യുപ്മെന്റ് ഇൻക്ലൂഡ് ദർ കറക്റ്റ് സെലക്ഷൻ ഡാഷ് ആൻഡ് ഡാഷ് ആണ്. എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണ്? കറക്റ്റ് സെലക്ഷൻ ഓപ്പറേഷൻ ആണ്. അതിന്റെ പ്രവർത്തനവും അതിന്റെ കെയർ, അതിന്റെ അത് കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുന്നതാണ് നല്ല രീതിയിൽ ഉപയോഗിച്ച്. ഡാഷ് ഇസ് എ പ്രോമിസ് ഫോർ എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് എക്യുപ്മെന്റ്. ഗ്യാരണ്ടിയാണ് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്. എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ തരുന്ന മുന്നറിയിപ്പാണ് ഗ്യാരണ്ടി പറയുന്നത്. പിന്നെ പറയുന്നത് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ ഫോർ ദി സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ് ഡാഷ്. എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നീഡ്, നമ്മുടെ ആവശ്യകത എന്തൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് എക്യുപ്മെന്റ് ദാറ്റ് ക്യാൻ പെർഫോം എ നമ്പർ ഓഫ് ഫങ്ഷൻസ് ജനറലി മോർ എക്സ്പെൻസീവ് ആണ്. ഒരു എക്യുപ്മെന്റ് തന്നെ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആണ്, ചെലവേറിയതാണ് എന്നതാണ് പറയുന്നത്. ആറ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ സർവീസ് എൻഷുർ ഈസി എന്താണ്? റിപ്പയർ റീപ്ലേസ്മെന്റ് ആണ്. ഗുഡ്സ് ആഫ്റ്റർ സെയിൽ സർവീസ് എൻഷുർ അതിലൂടെ നമുക്ക് എന്ത് ഉറപ്പുവരുത്തുന്നത്? ഈസി ആയിട്ട് റിപ്പയറും റീപ്ലേസ്മെന്റും നൽകുന്നത്. ഇനി 5 ട്രൂ ഓർ ഫാൾസ് ആണ്. ഓൺലി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആർ ലേബർ സേവിംഗ്. അത് തെറ്റാണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് മാത്രമാണ് ലേബർ സേവിംഗ്. അത് തെറ്റാണ്. നോൺ ഇലക്ട്രിക്കൽ വരും. നോൺ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആർ മാനുവലി ഓപ്പറേറ്റഡ്. അത് ട്രൂ ആണ്. നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? നോൺ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഇതൊക്കെ മനുഷ്യൻ പ്രവർത്തിക്കണ്ടേ? സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് എൻഷുർ സേഫ്റ്റിയാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പ് നൽകുന്നുണ്ട്? സുരക്ഷിതത്വം, അതിന്റെ കാലാവധിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് ശരിയാണ്, ട്രൂ ആണ്. ISC മാർക്ക് ഇസ് ഗിവൺ ഓൾ ഇലക്ട്രിക്കൽ. എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും ISC മാർക്ക് നൽകുന്നുണ്ട്. അത് ട്രൂ ആണ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, ചെലവേറിയായിട്ടുള്ള ഉപകരണങ്ങൾ ഫുൾഫിൽ ഫാമിലി നീഡ്സ് മോർ ദാൻ എക്സ്പെൻസീവ് ആണ്. അത് ഫാൾസ് ആണ്. ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെ ആവശ്യമുള്ളവരെ അത് കോൺടാക്ട് ചെയ്യുക. NSന്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവരെ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ലീവിന് വരുമ്പോൾ എക്സാം എഴുതാം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.